5 സെന്റിൽ 4 ബെഡ്റൂമുകളുള്ള സ്പേഷ്യസ് ആയ ഒരു വീട്. നോർത്ത് ഫേസിംഗ് ആയിട്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടും ആണ് ഈ വീട് വരുന്നത്. ഈ വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ വീടിന് നോർത്ത് സൈഡിലേക്കും ഈസ്റ്റ് സൈഡിലേക്കും 2 എലിവേഷനാണ് ഉള്ളത്. വളരെ ഭംഗിയായിട്ട് ചെയ്ത ഒരു കോമ്പൗണ്ട് വാളാണ് ഈ ഒരു വീടിന് ഉള്ളത്. ഇനി നമ്മൾ ഗേറ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നാൽ 5.7 മീറ്ററാണ് ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. നോർത്ത് ഫേസിംഗ് ആയിട്ടുള്ള ഈ വീടിന് വലിയ 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ്. 17 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിന്റെ നോർത്ത് സൈഡിലാണുള്ളത്. 8 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് 2ാമത്തെ കാർ പാർക്കിംഗ് ഫെസിലിറ്റി വരുന്നത്. ഈ ഒരു ഭാഗത്തുമായിട്ട് വളരെ ഭംഗിയായി ചെയ്ത ഒരു ഗാർഡൻ കാണാം. വീടിന്റെ ഫ്രണ്ട് എലിവേഷന് വളരെയധികം ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയായിട്ട് അതിമനോഹരമായ ഒരു ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നൽകിയിരിക്കുന്ന പില്ല് ടെക്സ്ചർ വർക്കുകൾ നൽകി അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്, അതും നോർത്ത് ഈസ്റ്റ് കോർണർ. കാർ പോർച്ചിലായിട്ട് ഒരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെയായിട്ട് ഒരു ടാപ്പ് പോയിന്റ് നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വരുന്നത് ഈ വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്കാണ്. 5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു ഗാർഡൻ നൽകിയിട്ടുണ്ട്. മെറ്റൽ ചിപ്സ് ആണ് ഈ ഒരു ഭാഗത്ത് പിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ സൗത്ത് സൈഡിലാണുള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ വെസ്റ്റ് സൈഡിലാണത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ബ്ലാക്ക് കളർ ഫുള്ളി ഗ്രാനൈറ്റിലാണ് ഈ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. 8 അടി നീളവും 4 അടി വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. നോർത്ത് ഫേസിംഗ് ആയിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോറും നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ലിവിംഗ് റൂമിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. ഡബിൾ ഹൈറ്റായി 4 വലിയ വിൻഡോകൾ നൽകിയ ഈ ഒരു ലിവിംഗ് റൂമിന് 14 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൾട്ടിവുഡിൽ ചെയ്ത വളരെ മനോഹരമായ ഒരു TV യൂണിറ്റ് ഉള്ളത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത ഒരു പാനലിംഗ് വർക്ക് കാണാം. നമ്മളിനി ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. 12 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് റൂമിന് ഉള്ളത്. ഡൈനിങ് റൂമിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം.
ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ളി ഗ്ലോസി ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് വളരെ മനോഹരമായി ചെയ്ത വാഷ് കൗണ്ടർ. ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചണാണ് ഈ ഒരു വീടിന് ഉള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. 2 പാർട്ടായിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. 15 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷനും നൽകിയിരിക്കുന്നത്. ഇനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടി നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിലുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. 12.5 അടിയിലേറെ നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയും വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും MS ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളായി പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 12 അടി നീളവും 7 അടി വീതിയുമുള്ള ഈ അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്ന ഒരു ചെറിയ ബാൽക്കണിയും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കോർണറിലായിട്ട് വാഷിംഗ് മെഷീനുള്ളൊരു പോയിന്റും ഒരു വാഷ് ബേസും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഇവിടെയും ഗ്ലോസി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ചെറിയ ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. സെക്കൻഡ് ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലെ ലിവിങ്ങിൻ്റെ ഡബിൾ ഹൈറ്റ് വരുന്നത്. ഇവിടെയായിട്ടും ഒരു നല്ല ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇതാണ് നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് ചെറിയൊരു ബാൽക്കണിയും നൽകിയിരിക്കുന്നു. ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 12 അടി വീതിയുമാണ് ഉള്ളത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും
11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ബാൽക്കണി സ്പേസിലേക്ക് വരാം. 14 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ബസ് സ്റ്റോപ്പിലേക്ക് 700 മീറ്റർ, ചാർട്ടർ സ്കൂളിലേക്ക് 1.4 കിലോമീറ്റർ, സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.5 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ, കാക്കനാടേക്ക് 12 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 16 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 5 സെന്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,20,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.